ആസിഫ് അലിയുടെ ലേറ്റസ്റ്റ് മൂവിയായ കിഷ്കിന്ധ കാണ്ഡത്തെ കാത്തിരിക്കുന്നത് നിരവധി റെക്കോർഡുകൾ. തൻ്റെ കരിയറിലെ ഏക സോളോ ഹിറ്റായ ഈ പടം മികച്ച പ്രതികരണവുമായി തിയേറ്റർ കീഴടക്കുന്നു. എന്നാൽ സസ്പെൻസ് കൊണ്ടും ട്വിസ്റ്റ് കൊണ്ടും പ്രേക്ഷകരെയും ഫാൻസിനെയും ഒരുപോലെ ഞെട്ടിച്ച ഈ പടത്തിന് റീമേക്ക് അവകാശത്തിന് വേണ്ടി നിരവധി പേർ സമീപിച്ചെന്നാണ് സംവിധായകൻ അവകാശപ്പെടുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രം ഏറ്റവും മികച്ചു നിന്നു. മലയാളത്തിൻ്റെ മഹാനടൻ തിലകനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അഞ്ഞൂറാൻ്റെ മകൻ വിജയരാഘവൻ്റെ തകർപ്പൻ പെർഫോമൻസ്. ഒരാൾക്ക് മറവി രോഗം വരുന്നതും അത് മറച്ചുപിടിക്കാൻ അയാൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളും അതുമൂലം അയാളുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഈ കഥയിലുടനീളം വരച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയും അഭിനയവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ദൃശ്യമെന്ന സിനിമ ലോകത്ത് ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് മറികടന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയധികമാണ് ഇതിനുള്ള കമൻറ്റുകൾ. എക്സ് മിലിറ്ററിയായ വിജയരാഘവൻ എന്ന കഥാപാത്രത്തിന് തോക്കിൻ്റെ ലൈസൻസ് കിട്ടുന്നു. എന്നാൽ ആ തോക്കിൽ നിന്ന് 2 ബുള്ളറ്റ് മിസ്സാവുന്നു. അതിൽ 2 പേർ കൊല്ലപ്പെടുന്നു. അതിൽ ഒന്ന് ഒരു കുരങ്ങനും ഒന്നൊരു മനുഷ്യനുമാണ്. എന്നാൽ എല്ലാ ഇലക്ഷൻ സമയത്തും തോക്കും ബുള്ളറ്റും ഗവൺമെൻറ്റിന് തിരിച്ചേൽപ്പിക്കണം. ഇങ്ങനെ വന്നാൽ ആ 2 ബുള്ളറ്റ് എങ്ങനെ മിസ്സായി, എവിടെയാണെന്ന് ഗവൺമെൻറ്റിനോട് കണക്ക് പറയണം. ഇവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ഇതിനുത്തരം പറഞ്ഞാൽ തൻ്റെ മകനായ ആസിഫ് അലി കുടുങ്ങും. ഇവിടെ ഇയാൾ മനഃപൂർവ്വം കളവ് പറയുന്നതാണോ അല്ലെങ്കിൽ ഇയാൾക്ക് മറവി സംഭവിക്കുന്നതാണോ എന്നതാണ് ഏറ്റവും രസകരം.